Hello everyone, welcome to Q3 World. ബിഗിനേഴ്സിന് പോലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 2 കിലോയുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഇന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ 4 സൈഡിലും കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് കയ്യിലൊന്നും സ്റ്റിക്ക് ചെയ്യാതെ വളരെ ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ 4 സൈഡിലും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കേക്ക് സിമ്പിളായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ വലിയൊരു അടുപ്പെടുത്ത് ജസ്റ്റ് സെൻറ്ററിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു വലിയ കേക്ക് ആയതുകൊണ്ട് വലിയൊരു പാത്രത്തിൻ്റെ അടപ്പാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് ചെറുതാണെങ്കിൽ ചെറിയ സൈസ് എടുക്കാം. ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു അടയാളത്തിന് വേണ്ടി നമുക്ക് ആ മൂടിയുടെ മേലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല കറക്റ്റായിട്ടുള്ള ഒരു റൗണ്ടിലുള്ള ഒരു മാർക്ക് അവിടെ പ്രസ് ആയിട്ടുണ്ടാകും. ഇനി ഈ അടുപ്പൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കേക്കിൽ കാണാം നല്ല റൗണ്ട് ഷേപ്പിലായിട്ടുള്ള ഒരു അടയാളം വന്നിട്ടുണ്ട്. ഈ റൗണ്ട് ഷേപ്പിൻ്റെ ഉള്ളിലായിട്ട് ചെറുതായിട്ടൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. നമുക്കിതുപോലത്തെ പാലറ്റ് നൈഫോ അല്ലെങ്കിൽ ഐസിൻ നൈഫോ യൂസ് ചെയ്തിട്ടൊരു ചെറിയൊരു ഡിസൈനാണ് കൊടുക്കുന്നത്. ഈ ഒരു കേക്ക് ചെയ്യുന്നത് ഒരു വൈറ്റും പിങ്കും കളർ കോമ്പിനേഷനിലാണ്. പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ടൊന്ന് സെൻറ്ററിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിങ്ക് കളറിലുള്ള ക്രീം ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് കുറച്ചായിട്ട് ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. വീണ്ടും പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട് ഇതവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെൻട്രലായിട്ട് വൈറ്റും പിങ്കിൻ്റെ ഒരു കളർ കോമ്പിനേഷനുള്ള ഷെയ്ഡായിട്ടുള്ള ഒരു ഡിസൈനാണ് വരുന്നത്. ഇനി ഈ റൗണ്ടിൻ്റെ പുറത്തായിട്ടാണ് നമ്മൾ ഡിസൈൻ കൊടുക്കുന്നത്. അതിനായിട്ട് കുറച്ച് വൈറ്റ് വിപ്പിംഗ് ക്രീം തന്നെ ചെറുതായി കട്ട് ചെയ്ത ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ വളരെ ഈസി ആയിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഈ ഒരു ലൈൻസ് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ തമ്മിൽ ടച്ച് ചെയ്യാതെ ഇങ്ങനെ ഒന്ന് ഒഴുക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഡിസൈനായിട്ടാണ്. അപ്പോൾ ഈ ഒരു റൗണ്ടിന് പുറത്തായിട്ട് കേക്കിൻ്റെ ഫുള്ളായിട്ട് നമ്മളിങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഐസിംഗ് ബാഗ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഡിസൈനായിട്ട് വരും. എങ്ങാനും മുറിഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് തന്നെ ഒന്ന് കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ വളരെ ഈസിയാണ്. അപ്പോൾ കുട്ടികൾക്ക് പോലും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഡിസൈനാണ് ഇത് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കേക്കിന് പ്ലെയിൻ ആയിട്ടുള്ള കേക്കിനേക്കാൾ നല്ലൊരു ലുക്കിലായിരിക്കും കേക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് ഫുള്ള് മുകൾ ഭാഗം ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ഡിസൈനിലായിട്ട് ഈ ഒരു കേക്ക് മുകൾ ഭാഗം മൊത്തം നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ പുറത്തായിട്ട് കേക്കിൻ്റെ ഫുൾ ഈ ഒരു ഡിസൈൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ അട്രാക്ഷന് വേണ്ടി നമ്മൾ ഈ വരച്ചെടുത്ത ഡിസൈൻ ഒരു ബോർഡറിൻ്റെ ഉള്ളിലാക്കി കൊടുക്കുന്നുണ്ട്. ഒരു ബോർഡർ ഡിസൈന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു സ്റ്റാർ നോസിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റാർ നോസിൽ ഇട്ട് കൊടുത്ത് വൈറ്റ് വിപ്പിംഗ് ക്രീം കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ നമുക്ക് ഇതേപോലത്തെ നല്ലൊരു ഡിസൈൻ ആയിരിക്കും കിട്ടുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ബോർഡർ ഡിസൈനാണ് ഇത്. നമുക്ക് കേക്കിൻ്റെ റൗണ്ട് വരച്ച ആ ഒരു റൗണ്ടിലും പിന്നീട് കേക്കിൻ്റെ 4 ഭാഗത്തും പൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 4 സൈഡിലും കൂടെ ഇങ്ങനെ ബോർഡർ പൈപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ബോർഡറിൻ്റെ ഉള്ളിൽ ഈ ഒരു ഡിസൈൻ വരുമ്പോഴാണ് കൂടുതൽ ഭംഗിയായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ബോർഡർ വരച്ച് കൊടുക്കരുത്. ഈ ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബോർഡർ വരച്ച് കൊടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡിസൈനായിരിക്കും കിട്ടുന്നത്. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു റൗണ്ടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ 3 റോസറ്റ് പൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. വിൽട്ടൻ്റെ 1M എന്ന സ്റ്റാർ നോസിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നേരത്തെ എടുത്ത ആ ഒരു പിങ്ക് കളർ ക്രീം തന്നെയാണ്. നല്ല വലിയ സൈസിലുള്ള 3 റോസറ്റ് കൂടെ പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പ് ഒന്ന് ചെറുതായി വി ഷേപ്പിൽ കട്ട് ചെയ്ത് ലീഫ് ഗ്രീൻ എന്നൊരു കളർ വിപ്പിംഗ് ക്രീമിൽ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ലീവ്സ് പൈപ്പ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ 3-4 ലീവ്സും കൂടെ നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ മേലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു റൗണ്ടിൻ്റെ ഉള്ളിലാണ് വിഷസ് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ 2 കിലോ കേക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ഏജുള്ള ആൾക്കാർ ആയതുകൊണ്ട് തന്നെ കൂടുതൽ കളറൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും 2 കിലോ വൈറ്റ് ഫോറസ്റ്റ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ബിഗിനേഴ്സിന് പോലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും Q3 വേൾഡ് എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.